ഹായ് ഓൾ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കണിയൊക്കെ കണ്ടോ? വിഷുവൊക്കെ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ഈ വർഷത്തെ എല്ലാവരുടെയും വിഷു? അപ്പോൾ എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലപോലെ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്ന ഒരു വിഷു ദിവസത്തിൽ കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ വീഡിയോയിലോട്ട് കാണിച്ചാൽ അൻവീന്താ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻവി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സദ്യവട്ടത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനാണ് പ്രിപ്പറേഷൻ മൊത്തം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മാറി. അങ്ങനെ ഞാൻ പിന്നെ സദ്യ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, എല്ലാം ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നല്ല എളുപ്പമാണ് കേട്ടോ. എനിക്കൊന്നൊരു സദ്യ ഉണ്ടാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്ത് കറിയാലും നമുക്ക് ആദ്യമേ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ അരപ്പും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനുള്ള അരപ്പ് വെവ്വേറെ ആയിട്ട് അരച്ചരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും നമുക്കതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എല്ലാം പെട്ടെന്ന് നടക്കാം. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞത്. അവൾ സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്കങ്ങനെ പറഞ്ഞത് ഞാൻ അതേപോലെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് അരപ്പെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞ് നമ്മുടെ അവിയലും ക്യാരറ്റ് തോരനും ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി കുഞ്ഞ് അവിടെ വന്നപ്പോഴത്തേക്ക് ഫോണിനകത്ത് അവളിങ്ങനെ കണ്ടപ്പോൾ അവളിങ്ങനെ പിടിക്കാൻ നോക്കുക കേട്ടോ. ഫോണിലെ കുഞ്ഞിനെ പിടിക്കാൻ നോക്കുക. അപ്പോൾ അത് ഞാനങ്ങ് എടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലും തോരനൊക്കെ ആയപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ അപ്പം തുടച്ചിടുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അൻവിക്ക് പോയിട്ട് ഇഡലി കൊടുത്തു. വിശന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലേറ്റ് അല്ല കേട്ടോ. എനിക്കൊന്ന് നമ്മുടെ സദ്യയൊക്കെ ഒരു 9:30-10 മണിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാം ചടപടേന്നായി പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആകെ 3 മിനിറ്റ് ടൈമല്ലേ ഉള്ളൂ. ഈ 3 മിനിറ്റ് ടൈമിനുള്ളിൽ എല്ലാം കാണിച്ച് തീർക്കണ്ടേ. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. വേറെ വീഡിയോയിലൊക്കെ ഞാൻ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റിൽ നമുക്ക് ഇടാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പായിട്ടുണ്ടായിരുന്നു. പരിപ്പറി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചടിയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ചടി നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചെടുത്ത് അതായിട്ടുണ്ട് കേട്ടോ. എന്തൊരു ചൂടായാലും നമുക്ക് എവിടെയും അടുക്കള പോലും നിൽക്കാൻ വയ്യ, അത്ര ചൂടാണ്. ഒന്നാമത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ചൂടും പിന്നെ എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, അത്ര ചൂടാണ് കേട്ടോ. അപ്പോൾ പച്ചടി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പായസം കൂടെ വെക്കുകയാണ് കേട്ടോ. മിക്സാണ്, നമ്മൾ ബ്രഹ്മസലി മിക്സാണ് മേടിച്ചത്. അതുകൊണ്ട് എളുപ്പപ്പണിയാണല്ലോ. പിന്നെ കുറച്ച് മക്കളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പായസമൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിഷു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അടിപൊളി ഹാപ്പി ആയിരുന്നു നമ്മൾ വിഷു. അപ്പോൾ പായസം കൂടെ ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി അമ്മ വെച്ചു കേട്ടോ, ബാക്കിയെല്ലാം ഞാനാണ് വെച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.